ഹൈ ടിക്കറ്റിന് നമ്മൾ അങ്ങോട്ടല്ല വരേണ്ടത്, അവർ ഇങ്ങോട്ടാണ് വരേണ്ടത്. നമ്മളെ കമ്പനി ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഹൈ ടിക്കറ്റ്സ് എല്ലാം അങ്ങനെ ഇങ്ങോട്ട് വന്നവരാണ്. അതൊരു നമുക്ക് ആ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ നല്ലൊരു. അതെ, ഒരു ക്ലയന്റുമായിട്ട് നമ്മൾ വർക്ക് ചെയ്തു. അപ്പോൾ ആ ക്ലയന്റിന്റെ വേറൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ അവരുടെ നെറ്റ്വർക്കിലുള്ള ആരെങ്കിലും ഇപ്പോൾ മേ ബി അവരുടെ റിസൾട്ട്സ് കണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്ത ഏത് ഏജൻസി, അപ്പോൾ അവർ പറയും ഇന്ന ഏജൻസിയാണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്തത്. വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഈ ഹൈ ടിക്കറ്റ് ക്ലയൻസ് നമുക്ക് ഒരുപാട് അവരോട് സംസാരിക്കേണ്ടി വരില്ല. അവർക്ക് ഫുൾ ഡോക്യുമെന്റ് എന്തൊക്കെ ചെയ്യണം, ഏത് ടൂൾ യൂസ് ചെയ്യണം, ഓൾറെഡി റണ്ണിങ് ആയിരിക്കും. ഫുൾ ഡോക്യുമെന്റ് തരും. ഈ ഐ ടി ക്ലയൻസിന് ഫസ്റ്റത്തെ കാര്യം നല്ല പ്രോഡക്റ്റ് ഉണ്ടാവും. അവർക്ക് നല്ല പ്രോഡക്റ്റും ടീമും എല്ലാം ഉണ്ടാവും. ബിസിനസ് തുടങ്ങി അങ്ങ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 50 lakhs അല്ലെങ്കിൽ 10K കസ്റ്റമേഴ്സൊക്കെ എത്തുമ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഫൈനലൈസ് ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഒരു 3% അവരുടെ ഉള്ള 3 to 4% കസ്റ്റമേഴ്സ് ആയിരിക്കും ഇമ്പൾസീവായിട്ട് അവർക്ക് പെട്ടെന്നുള്ള ബയേഴ്സ്. അപ്പോൾ ആ ഒരു സമയത്തുമ്പോൾ ഒരു 50 to 60-70 lakhs ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് ഈ മെറ്റയ്ക്ക് ഇവരുടെ ഈ അൽഗോരിതത്തിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇവരുടെ ബയേഴ്സിനെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ട്. സെക്കൻഡ് സെറ്റ് ഓഫ് ബയേഴ്സിലോട്ടായിരിക്കും അത് പോകേണ്ടത്. ഇപ്പോഴാണ് അവർക്കൊരു മേ ബി അതുവരെ അവർ ഇൻഹൗസ് ആയോ അല്ലെങ്കിൽ വേറൊരു ഏജൻസി ആയിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവർക്കൊന്ന് തിരിച്ച് കയറണം. അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രശ്നമാണോ, ഓഫറിൻ്റെ പ്രശ്നമാണോ, ലാൻഡിംഗ് പേജിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ ഉള്ളൊരു മനസ്സിലാക്കിയിട്ട് അവരെ ഒന്ന് സ്കെയിൽ ചെയ്ത് അവരൊന്ന് അപ്സ്കെയിൽ ചെയ്ത് അതെ അവരുടെ അവർ കൊണ്ടുപോയി അവർക്ക് ഒരു മന്ത്ലി ഒരു 1 CR ഇന്ത്യൻ ക്ലയന്റാണ്, ഒരു 1 CR പ്ലസ് സെയിൽ അവർക്ക് എത്തണം. നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അങ്ങനത്തെ. ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് സംഭവം. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ GCC ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്.